അല്ല മുച്ചമ്മരെ പൊളിക്കാൻ വിളിച്ചിട്ടുണ്ട് DSC പിന്നെ മറ്റെവിടെയൊക്കെ നമ്മളിന്ന് നിൽക്കുന്നത് വെച്ചാൽ ഇതാ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം നമ്മൾ പൂത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. ഈ ഡ്രാഗൺ യെല്ലോ ആണ്, യെല്ലോയിൽ പൂത്തിട്ടുണ്ട്. ഒരു 2-3-4 എണ്ണെങ്കിലും പൂത്തിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, നമ്മൾ എണ്ണ എടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം. ഇവിടുത്തെ ഡ്രാഗൺ തെച്ചും പൂത്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നായിട്ട് കാണിക്കാം മച്ചന്മാരെ. ഇത് റെഡാണ്. അന്ന് ഞാൻ ഇട്ട വീഡിയോയിലും ഇത് പൂത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്താകെ ഒറ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് ഒറ്റൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ ഫ്രാഷൻ ബൂട്ടും നമ്മളെ റംബൂട്ടാൻ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം നമ്മളിവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. സബ്സ്ക്രൈബ്സ് കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മളെ റംബൂട്ടാൻ പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് മറ്റേ വീഡിയോയിലും ഇതും പൂത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് 2-3 ഉണ്ട്. നമ്മളിവിടെ ചാണക വളമാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒഴിക്കുന്നത്. മറ്റേ മരുന്നൊന്നും അടിക്കലില്ല നമ്മൾ. നിങ്ങളെന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് നടണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ മേടിക്കുമ്പോൾ നല്ല പൈസ വരുന്നുണ്ട്. ഒരു റേറ്റ് 300 അങ്ങനെ ഉള്ളത് വരുന്നുണ്ട്. ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് തന്നെ നല്ല പൈസ വരുന്നുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ഡ്രാഗൻ്റെ തൈ കുറച്ച് പൈസക്ക് കിട്ടിയാൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ പോലും നട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് വരെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു അത്ഭുതം ഞാനിവിടെ കാണിച്ചിരുന്നതാണ്. ഓക്കെ, കണ്ടോ മച്ചന്മാരെ? ഇപ്രാവശ്യമാണ് തെച്ചും പൂത്തിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ ഡ്രാഗണിൻ്റെ തൈകൾ നമ്മൾ ആടെയാണ് വെച്ചിരുന്നത്. പിന്നെ അന്നേരം ഈ തട്ടത്തിലതെല്ലാം ഈ മഴച്ചാറൽ അടിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഷീറ്റ് ഇട്ട ഭാഗത്തുനിന്ന് നമ്മളങ്ങ് വെയിലടിക്കുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം തെച്ച് നമ്മൾ ഇതായിട്ടുണ്ട്, കായ് വരുന്നുണ്ട്, പൂവിട്ടില്ല. 2-3 പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ഞയും 2 റെഡും പൂവിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും ചെറുങ്ങനെ ആവുന്ന അത്രയേ ഉള്ളൂ. നമ്മളിവിടെ കുറേ പൂവെല്ലാം നല്ലോണം വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കൂടിയും പറയാം, വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. കണ്ടമച്ചവരെ കുറേ പൂത്ത് നിൽക്കുന്നുണ്ട്. പൂത്തല്ല, കായായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ കണക്ക് തന്നെ ഫ്രഷും പൂട്ടും. കണ്ടമച്ചന്മാരെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊന്നും പൂത്തിട്ടില്ല, അത് ആയി വരുന്നത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഫ്രഷൻ പൂട്ടെല്ലാം പഴുത്തിട്ടില്ല, അതേ കണക്കിന് ആയി വരുന്നത്രയേ ഉള്ളൂ. പടർന്നിട്ടുണ്ടോ ഫ്രഷൻ പൂട്ടെല്ലാം? ഞാൻ ഇവിടെ പോയി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, വീഡിയോ എടുക്കുന്നത് ഞാനല്ല, അമ്മയാണ്. കടാച്ചമ്മരെ ഫ്രഷൻ പൂട്ടെല്ലാം പച്ചയായിട്ടേ ഉള്ളൂ, അത് പഴുത്തിട്ടില്ല. അതിനി 2-3 ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളോ കഴിയുമ്പോഴത്തേക്ക് അത് പഴുക്കും. കണ്ട, അവിടുന്ന് കയറി വരുന്നതാണ്. അവിടെ ഒരു പ്ലാവുണ്ട്, പ്ലാവിലേക്കാണ് അതങ്ങ് കയറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഷീറ്റിലേക്ക് അത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ അധികം അടിയിലാണ് ഭാഗത്താണ് ഈ ഫ്രഷൻ പൂട്ട് ഉണ്ടാവൽ. അന്നേരം
അടിയിൽ നിന്ന് ഷീറ്റിൻ്റെ ചൂടുകൊണ്ട് അത് പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് പഴുക്കുന്നുണ്ടാവും, അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വള്ളി കെട്ടിയിട്ട് പ്ലാവിൽ അപ്പുറത്തൊരു പ്ലാവുണ്ട്, പ്ലാവിലേക്ക് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ആ വഴി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ചെടികൾ പൂത്ത് നിൽക്കുന്നുണ്ട്. കണ്ട മച്ചന്മാരെ ഇത് ഫ്രഷൻ പൊട്ടുണ്ട്, അടിയിൽ നിന്ന് അങ്ങ് മേലേക്ക് കയറി വരുന്നതാണ്. പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം ഉഷാറായിട്ടുണ്ട്. പിന്നെ ഞാൻ അത്ഭുതം കാണിക്കുന്ന ചെയ്തത് കണ്ട ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇതണ്ട, ഞാൻ പറഞ്ഞില്ലേ എവിടെ വേണമെങ്കിൽ നടാം. ഇതില്ലേ ഞാൻ നീളം വെച്ച് പോകുന്നോട്ട് കൊത്തി ഇട്ടതാണ്, അതിൻ്റെ അകത്തുനിന്ന് വരെ പൂത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഭയങ്കര അത്ഭുതം. ഓക്കെ, ഇവിടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമെന്ന്. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ബൈ.